ഞാൻ ചേച്ചി എന്ന് വിളിക്കുകയും ചേച്ചിയെപ്പോലെ ബഹുമാനിക്കുകയും ചെയ്ത ഉന്നതരായ ഒരുപിടി കലാകാരികൾ ഇന്ന് നമ്മോടൊപ്പമില്ല. അത് പറയാൻ കാര്യം, അമ്മക്കിളിക്കൂട് എന്നൊരു ചിത്രം ഞാൻ അഭിനയിച്ചു. രഞ്ജിത്ത് സാറ് സംവിധാനം ചെയ്ത്, പൃഥ്വിരാജും നവ്യാനായരും തന്നെയായിരുന്നു ആ പടത്തിലും. അതിലഭിനയിക്കുമ്പോൾ എൻ്റെ കവിയൂർവനമ്മ ചേച്ചി കൂടെയുണ്ട്, ലളിത ചേച്ചി കൂടെയുണ്ട്, കോഴിക്കോട് ശാന്താദേവി ചേച്ചി അറിയാമല്ലോ, ചേച്ചി കൂടെയുണ്ട്. ഇങ്ങനെ അവരോടൊക്കെ എനിക്ക് ശാന്ത ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ കോഴിക്കോട് വെച്ചാണ് കൂടുതലും കാണുന്നത്. പക്ഷേ എനിക്ക് ഒരുപാട് കാലങ്ങളായിട്ട് സുഖേട്ടനുള്ള സമയം തൊട്ടേ ചേച്ചിയും ചേച്ചിയുടെ കുടുംബത്തെ ഒക്കെ എനിക്കറിയാം. പിന്നെ പൊന്നമ്മ ചേച്ചിയുടെ ലളിത ചേച്ചിയുടെയും കാര്യം പറയണ്ട. കാരണം ഞാൻ പലപ്പോഴും അവരുടെ ഒരു രീതികളും ക്ഷമയും കൂടുതലും പൊന്നമ്മ ചേച്ചിയാണ്. പൊന്നമ്മ ചേച്ചി ഒരു ബഹളത്തിൽ സംസാരിക്കുന്ന ആളല്ല, വളരെ ശാന്തം. അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമയിലെ ഭയങ്കര ശാന്തമായ ഒരു തറവാട്ടമ്മ എന്നുള്ളൊരു ലേബലിൽ ചേച്ചി മരണം വരെ കഴിഞ്ഞത്. അപ്പോൾ അതൊക്കെ അഭിനയിച്ചിട്ട് ഇന്നിപ്പോൾ അതിൽ പല അമ്മമാരും ഇല്ലല്ലോ ചേച്ചി എന്ന് എനിക്കൊരു കമൻ്റ് അയച്ചിരുന്നു. സത്യമാണ്, അതൊരു ഭയങ്കര ദുഃഖമാണ്. കാരണം അമ്മക്കിളിക്കൂടെ തന്നെ ആ കിളിക്കൂടിനകത്ത് ഞങ്ങൾ ഒരുവിധം നിങ്ങൾ കണ്ട് പരിചയിച്ചിട്ടുള്ള അമ്മമാരുടെ ഒരുപാട് മുഖങ്ങൾ അതിലുണ്ടായിരുന്നു. നിലമ്പൂർ ഐഷ ചേച്ചിയുണ്ട്, അല്ലാതെ ഒരുപാട് പേര് അതിനകത്ത് അഭിനയിച്ചവരിൽ ഇന്നുള്ളവരുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട 2-3 പേര് പോയത് ലളിത ചേച്ചി, പൊന്നമ്മ ചേച്ചി, കോഴിക്കോട് ശാന്താദേവി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ശാന്ത ചേച്ചി. അപ്പോൾ ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്. എപ്പോഴും സ്ഥിരം ഒരു ഭാഷയുണ്ടല്ലോ, മലയാള സിനിമയ്ക്ക് നികത്താനാവാത്ത ഒരു വിടവാണ് എന്നൊക്കെ പറയുന്നത്. അത്രയും ഒരു ആലങ്കാരിക ഭാഷയിലൊന്നും ഒരു നടൻ്റെയോ നടിയുടെയോ വിയോഗം എന്ന് പറയുന്നത് അതൊരു പക്ഷേ സ്നേഹക്കൂടലുണ്ട് പറയുന്നതാണ് തീർച്ചയായിട്ടും. അല്ലാതെ ഇപ്പോൾ ഇവിടെ സത്യൻ മാഷ് പോയപ്പോൾ ആ സിംഹാസനം ഒഴിഞ്ഞ് കിടക്കുമെന്ന് പറഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു. നസീർ സാറ് പോയപ്പോൾ നമുക്കൊരു നിത്യഹരിത കാമുകനോ നായകനോ ഒക്കെ പോയി എന്ന് വിചാരിച്ചു. സോമേട്ടൻ, സുവേട്ടൻ, എന്തിനേറെ പറഞ്ഞു ജയൻ. എനിക്കാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ ജയൻ്റെ കാര്യം പറയുമ്പോഴെല്ലാം ജയിക്കാനായി ജനിച്ചവെന്ന് പറയുന്ന സംബിച്ചേട്ടൻ്റെ സിനിമ ഓർമ്മ. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരു ഡ്രസ്സിൽ പിന്നീടൊരു പടം അഭിനയിച്ചില്ല. കാരണം അതിനകത്ത് ഒരു സാങ്കല്പിക പാട്ടുരംഗമാണ്. ഞാനിങ്ങനെ വേഷം കെട്ടി വരുന്നതും, ആ പാട്ട് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും വരുന്നതും. ഞാനിങ്ങനെ ആദ്യം ഒരു ഫ്രോക്ക്, പിന്നെ മുണ്ടുന്നേരുന്നതും, പിന്നെ കൈലി ഇങ്ങനെ വന്നിട്ട് ആ പാട്ട് ഹിറ്റായപ്പോഴാണ് ഞാൻ പോലും ശ്രദ്ധിക്കുന്നത്. അയ്യോ ഈശ്വര! കാരണം ചാലക്കമ്പോളത്തിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ ഒരു പാട്ടുണ്ട് ജയിക്കാനായി ജനിച്ചവരിൽ. ചാലക്കമ്പോളത്തിൽ വച്ച് നിന്നെ കണ്ടപ്പോൾ 4 വളയും വാങ്ങി നീ നടന്നപ്പോൾ 4000 പവനുരുകും നിൻ്റെ മേനിയിൽ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് വരികളിങ്ങനെ പാടി വരുമ്പോൾ 2 വരി ഓർമ്മ വന്നതേ ഉള്ളൂ. അത് ആ പാട്ട് അഭിനയിക്കുമ്പോൾ ഒരു ഫ്രോക്കൊക്കെ ഇട്ട് ഒരു തൊപ്പിയൊക്കെ വെച്ച്, എനിക്കാണെങ്കിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വേഷം ഇടുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഒരു എന്തോ ഒരു അസ്വസ്ഥത എനിക്കുണ്ട്. നടക്കുമ്പോൾ ഇവിടെ പിടിക്കുക അവിടെ. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി അതൊക്കെ ആ ഒരൊറ്റ 2 വരിക്ക് വേണ്ടി, അടുത്ത 2 വരി മുണ്ടും തരുന്ന, അടുത്ത 2 വരി കയ്യിൽ ഇങ്ങനെ വേഷം മാറി ഉള്ള ഒരു സോമൻ ചേട്ടൻ്റെ ഒരു ഇമാജിനേഷൻ സോങ്ങായിരുന്നു. അദ്ദേഹം സ്വപ്നം കണ്ട് സംഭവം. ഏതായാലും ആ ഒരു പാട്ട് ഇത്രയും വലിയ ഹിറ്റായപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ഇങ്ങനെയൊക്കെ അഭിനയിച്ചാലെന്താ ഈ പാട്ട്. അത് അക്കാലത്ത് എവിടെ പോയാലും എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ പാടുമായിരുന്നു ആൾക്കാർ. ചാലൊക്കെ പോലെ തുടങ്ങും. അപ്പോൾ അത് അങ്ങനെ ഒരു ചിത്രത്തിലെ ഒരു പാട്ട് രംഗം പറയാൻ കാര്യം ജയനെ പറ്റി പറഞ്ഞു വന്നപ്പോഴാണ്. ജയനും ഈ പറഞ്ഞതുപോലെ സുഹൃത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. അപ്പോൾ ചില ഇടയ്ക്ക് ഏതാണ്ടോ പറഞ്ഞു ജയനെന്ന്. എന്തറിയാം ഈ ട്രോളുകാർക്ക്? ജയനെന്ന് പറയുന്ന വ്യക്തിയും സുഹൃത്തൻ എന്ന് പറയുന്ന വ്യക്തിയും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് അവർക്കൊന്നും അറിയില്ല. ആ മനസ്സിൻ്റെ ഒരു നേര് കൊണ്ട് ഒരുപാട് ചിത്രങ്ങൾ അഭിനയിക്കുകയും ആ സുഹൃത്ത് ബന്ധത്തിൻ്റെ ഒരു വാംത്ത്, അതിൻ്റെ ആ ഒരു ഊഷ്മളത കാരണം കഷ്ടം. മരിക്കുന്ന സമയത്ത് പോലും വലത് സൈഡിൽ സുഹൃത്തനുണ്ട് എന്നോട് പറയുകയും ചെയ്തു. കാരണം ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എന്തോ ഹെലികോപ്റ്ററിൽ സംഭവിച്ചു, താഴെ വീണു, തലേന്ന് ബ്ലഡ് വന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്, പുത്തനായിട്ട് പറയുകയില്ല. പക്ഷേ ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു. ഏറ്റവും ഒടുക്കം ഞാൻ ഈ പറഞ്ഞ എൻ്റെ തൊട്ട് അറിയപ്പെടാത്ത രഹസ്യം ഷൂട്ടിങ് കഴിഞ്ഞ് തൃശ്ശൂർ വന്ന് ഇവർ 2 പേരും കൂടെ കോളിളക്കത്തിന് പോകുന്നത്. അന്ന് പറയുകയും ചെയ്തു, ജനുവരിയിൽ എൻ്റെ കല്യാണമാണ് ചേച്ചി എന്നൊക്കെ. എന്തോ ഒക്കെ ഈശ്വരനോട് തീരുമാനിക്കണ്ടേ. നമ്മളൊന്ന് തീരുമാനിക്കും, ഭഗവാനൊന്ന് തീരുമാനിക്കും. അത് ഏത് ദൈവമായിരുന്നാലും ശരി.
അപ്പോൾ അത് നടന്നില്ല. ജയൻ പോയി. അത് ഒരു വലിയ ദുഃഖമായിരുന്നു. കാരണം കുറച്ച് അത് സുഖേട്ടനും അതെ ഭയങ്കരമായിട്ട് നമുക്കങ്ങ്. അപ്പോൾ അന്ന് എല്ലാവരും പറയുകയും ചെയ്തല്ലോ, ഈശ്വര ജയനും പോയി, ആരുണ്ട് ഇനി ഒരു നല്ല മസിലൊക്കെ ഉള്ള നല്ലൊരു പുരുഷത്വമുള്ളൊരു ഹീറോ. അത് പക്ഷേ നമ്മൾ ഇതാരോ പറഞ്ഞല്ലോ, പരിണാമചക്രം തിരിയുമ്പോൾ പലതും സംഭവിക്കുമെന്ന് പറയാറുണ്ട് അല്ലേ. എന്ത് പറയുന്ന പോലെ സത്യൻ മാഷിൻ്റെ പോലെ വേറെ ആൾക്കാർ വരുന്നു, നസീർ സാറിന് പോലെ വേറെ നല്ല പ്രേമം അഭിനയിക്കാൻ അറിയാവുന്ന നായകന്മാർ ഒരുപാട് പേര് വരുന്നു. പിന്നെ ജയന് പകരം ഒരുപാട് ഫയൽവാന്മാർ വരുന്നു. ഇതൊക്കെ മാറി. ഇത് കാലം അങ്ങനെയാണ്. ഈ ട്രോളുകാർ ഇതാരെ വെച്ചിട്ടാണ് ഈ പറയുന്നത് അല്ലേ. ഇപ്പോൾ എല്ലാവരും ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മൾ എത്രയോ, ഞാനൊക്കെ കൊച്ചിലെ മുതൽ സിനിമ കാണുന്നവരാ. വേലിത്തമ്പി തിളവാന്ന് പറയുന്ന സിനിമ, അതിപ്പോൾ ഈ ട്രോൾ എഴുതുന്ന ഒറ്റയെണ്ണം അത് കണ്ടു കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ പടമൊക്കെ കണ്ടപ്പോൾ അന്ന് അതിനകത്തെ ലളിതാപത്മിനി രാഗിണിമാരുടെ ബന്ധുവാണ് സത്യപാൽ സാറൊക്കെ. അദ്ദേഹമാണ് മറ്റേ എല്ലാ സായിപ്പായിട്ട് വരുന്നതുമൊക്കെ. കപ്പലിലേറി കടൽ കടന്ന് കച്ചവടത്തിന് ഇവിടെ വന്ന് കപ്പം വാങ്ങാൻ കനുവേറുന്ന നായക സലാം സലാം. അപ്പോൾ ആ ചിത്രം പോലും കാണുന്നവരാണ് ഞങ്ങളൊക്കെ. എവിടെ പോയി നമ്മുടെ തിരുവിതാംകൂർ സിസ്റ്റേഴ്സ്? നമ്മളെല്ലാവരും കാല് തൊട്ട് വന്നിച്ചിട്ട്, ഞാൻ എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ പത്മിനി ചേച്ചി അഭിനയിക്കുന്ന അമേരിക്കയിലൊരു സീരിയലില്ല, കാലേ തൊട്ട് തൊഴിലിട്ടാണ് ഞാൻ. കാരണം ചേച്ചി അഭിനയിച്ചിരിക്കുന്ന പോലത്തെ കഥാപാത്രങ്ങൾ എവിടെ എത്ര എണ്ണം ഉണ്ട്? തില്ലാന, മോഹനാമ്പാൾ അതൊക്കെ 2 3 ശിവാജി ഗണേശൻ്റെ കൂടെ. അല്ലാതെ എടുത്ത് നോക്കൂ, മലയാളത്തിലാണെങ്കിലും അധ്യാപികയുടെ പേര് പറഞ്ഞാലും അതിൻ്റെ പേര്. അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ പോയിട്ടും മലയാള സിനിമ ഇന്നും പോകുന്നില്ലേ? അത് പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇരുത്തി ചിന്തിക്കുക, എടുത്ത് ചാടി പേന എടുത്ത് വല്ലതും എഴുതരുത് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പരിണാമചക്രം തിരിയുമ്പോൾ നീയൊരു പത്നിയായി, അമ്മയായി, അമ്മൂമ്മയായി മാറും. അത് ഇപ്പുറത്താണെങ്കിൽ ഭർത്താവായി, അച്ഛനായി, അപ്പൂപ്പനായി മാറും. ഇത് എല്ലാവർക്കും സംഭവിക്കുന്ന, ഒരാളിന് മാത്രമല്ല. മറക്കാതിരിക്കുക. ഇന്നത്തെ യുവത്വം കിടന്ന് തുടിക്കുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെന്തും ഇതുപോലെ ഇരിക്കുമെന്ന്. ഇല്ല എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളും അപ്പൂപ്പനായിട്ട് എവിടെയെങ്കിലും വഴിയും കുത്തിയിരിക്കും. അപ്പോൾ നിങ്ങളോട് സ്നേഹത്തോടെ വന്ന്, പാവം ആയ കാലത്ത് അപ്പൂപ്പൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അടുത്തിരുന്ന് സ്നേഹത്തോടെ 2 വാക്ക് പറയാൻ ഒരാളെ കിട്ടിയാൽ അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം.